മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങള് ഒരു ദിവസം ഹജ്ജ് കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ വിശ്രമിക്കുമ്പോൾ തങ്ങളതാ അറിയാതെ നിദ്രയിലേക്ക് പോവുകയാണ്. അതാ നിദ്രയിലായിരിക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ മാലിക് ബിൻ ദീനാർ തങ്ങളെ, ഈ വർഷം അറഫാത്തിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹാജിമാരിൽ നിന്ന് ഒരാളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചില്ല തങ്ങളെ. ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ, ഈ അശരീരി അങ്ങ് കേൾക്കുമ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ ഞെട്ടിയുണരുകയാണ്. അവിടുന്ന് എഴുന്നേൽത്തിട്ട് ചിന്തിക്കുന്നു, പടച്ചവനേ, ആ ഒരാള് ഞാനാണോ? ആ ഹജ്ജ് സ്വീകരിക്കാത്തയാള് ഞാനാണോ? നല്ല ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മഹാന്മാരെല്ലാവരും ചിന്തിക്കുന്നതും അങ്ങനെയാണ്. തന്നെക്കുറിച്ച് മോശമായ ധാരണയുള്ളവരാണ്. തന്നെക്കുറിച്ച് നല്ലവനാണ്, ഞാൻ നല്ലവനാണെന്ന് ചിന്തിക്കുന്നവരല്ല. അവർ ഞാൻ മോശപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്നവരാണ് മഹാന്മാർ. അതുകൊണ്ട് തന്നെ അവിടുന്ന് മാലിക് ബിൻ ദീനാർ തങ്ങളും ചിന്തിച്ചതങ്ങനെയാണ്. പടച്ച റബ്ബേ, ആ ഹജ്ജ് സ്വീകരിക്കാത്ത വ്യക്തിയെ ആ ഒരാൾ ഞാനാണോ പടച്ചവനേ? അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം കടന്നു വരുന്നു, തങ്ങൾ കിടന്നുറങ്ങുന്നു. അന്ന് അതേപോലത്തെ സ്വപ്നം മുമ്പ് കണ്ട് അതേപോലുള്ള സ്വപ്നം പിന്നെയും കാണുന്നു. ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ, ഈ വർഷം അറഫാത്തിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയതായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹാജിമാരിൽ നിന്ന് ഒരാളുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല തങ്ങളെ. രണ്ടാമത്തെ ദിവസവും കൂടി കണ്ടപ്പോൾ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി, തങ്ങൾക്ക് വല്ലാതെ വേവലാതിയായി. അങ്ങനെ അന്നത്തെ ദിവസവും അങ്ങ് കഴിഞ്ഞുപോയി. മൂന്നാമത്തെ ദിവസം കടന്നു വരുന്നു. തങ്ങൾ നിദ്രയിലേക്ക് പോകുന്നു. തങ്ങൾ കിടന്നുറങ്ങുന്നു. സ്വപ്നത്തിൽ അതേപോലെ ഒരാൾ വരുന്നു. തങ്ങളോട് പറയുന്നു, അല്ലയോ മാലിക് ബിൻ ദീനാർ തങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഹാജിയാരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല തങ്ങളെ. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ സ്വപ്നത്തിൽ വന്നയാളോട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, ആ ഒരാൾ ആരാണെന്നറിയുമോ? പറഞ്ഞു തരുമോ? ആ സ്വപ്നത്തിൽ വന്നയാള് പറയുകയാണ്, അല്ലയോ മാലിക് ബിൻ ദീനാർ തങ്ങളെ, ഈ വർഷം അറഫാത്തിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയതായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹാജിമാരിൽ നിന്നും ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ആ ഒരാൾ ആരാണെന്നറിയണോ? ഖുറാസാകാരനായ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹജ്ജാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്തത്. ആ നിമിഷം മഹാനവറുകൾ ചിന്തിച്ചുപോയി. ആ നിമിഷം മഹാനവറുകൾ ചിന്തിച്ചു പോയി, ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് അയാളുടെ ഹജ്ജ് പടച്ച തമ്പുരാൻ സ്വീകരിക്കാത്തത്? അവിടുന്ന് പരിശുദ്ധമായ ഹറമിലേക്ക് പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ കുറച്ച് സംഘം കൂടി നിൽക്കുന്നു. ഖുറാസാക്കാരായ സംഘമാണ്. അവരോട് ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ ഖുറാസാക്കാരനായ മുഹമ്മദ് ബിൻ ഹാറൂൻ ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഖുറാസാകാരനായ മുഹമ്മദ് ബിൻ ഹാറൂൻ ഉണ്ടോ? കൂട്ടത്തിൽ നിന്ന് ഒരാൾ തങ്ങളോട് പറയുന്നു, മാലിക് ബിൻ ദീനാർ തങ്ങളെ. ദൂരേക്ക് ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, ആ കാണുന്ന മല കണ്ടോ?
താഴ്ഭാഗത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അല്ലാഹു തആലക്ക് ഇബാദത്തും ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഒരു മനുഷ്യൻ. അയാളാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ. തങ്ങളതാ മലയും ലക്ഷ്യമാക്കി പോവുകയാണ്. ആ മലയിലേക്ക് പോവുകയാണ്. ആ മലയുടെ താഴ്ഭാഗത്തേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ ഒരാൾ ഇരിക്കുകയാണ്. അയാളുടെ അടുക്കിലേക്ക് പോയിട്ട് പറയുന്നു, അല്ലയോ, നിങ്ങൾ മുഹമ്മദ് ബിൻ ഹാറൂനാണോ? ആ മനുഷ്യൻ അതെ എന്ന് മറുപടി പറയുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, മൻ അന്താ, നിങ്ങളാരാണ്? മഹാനവറുകൾ പറയുന്നു, അന മാലിക് ബിൻ ദീനാർ. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഹൽ ആബിദൽ ആരിഫൂ, ഹൽ ആബിദൽ ആരിഫൂ, പരിജ്ഞാനിയും പരിത്യാഗിയുമെന്ന് ലോകം വിശേഷിപ്പിക്കുന്നയാളാണോ നിങ്ങൾ? പരിത്യാഗിയും പരിജ്ഞാനിയുമെന്ന് ലോകം വിശേഷിപ്പിക്കുന്നയാളാണോ നിങ്ങൾ? മഹാനവറുകൾ പറയുന്നു, അല്ലേ അല്ല, പരിജ്ഞാനി പടച്ച തമ്പുരാണ്, ലോകരക്ഷിതാവാണ്. അൽ-ആബിദുൽ ഉമർ ഇബ്നുൽ ഖത്താബ്, അൽ-ആബിദുൽ ഉമർ ഇബ്നുൽ ഖത്താബ്, പരിത്യാഗി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഞാനൊന്നുമല്ല, ഞാൻ വെറും പാപിയാണ്. ഞാനൊന്നുമല്ല, ഞാൻ വെറും പാപിയാണ്. ആ മനുഷ്യൻ തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ തങ്ങളെ, നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നത്? നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നത്? ആ മഹാനവറുകൾ അയാളോട് പറയുന്നു, ഓ മുഹമ്മദ് ബിൻ ഹാറൂൻ, ഓ മുഹമ്മദ് ബിൻ ഹാറൂൻ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എനിക്കൊരു വിവരം കിട്ടിപ്പോയി. അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. എനിക്കൊരു വിവരം കിട്ടിപ്പോയി, ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് കാര്യം പറയുക, എന്താണ് കാര്യമെന്ന് പറയണേ. തങ്ങൾ പറയുന്നു, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ആയേക്കാം. എന്നാലും എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. തങ്ങൾ പറയുകയാണ്, ഈ വർഷം ചെയ്ത് നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ലേ? ആ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചില്ല എന്ന് എനിക്ക് വിവരം കിട്ടിപ്പോയി. അത് പറയാനാണ് ഞാൻ വന്നത്. ഈ മനുഷ്യൻ ഇത് കേൾക്കുമ്പോഴേക്കും അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടി ധാരധാരയായി കരയുകയാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ചെയ്ത പാപം എന്താണ്? നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കാതിരിക്കാൻ മാത്രം നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ, എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തങ്ങളോട് പറയുന്നു, അല്ലയോ മാലിക് ബിൻ ദീനാർ തങ്ങളെ, എനിക്ക് 40 വർഷങ്ങൾക്ക് മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു. എനിക്ക് 40 വർഷങ്ങൾക്ക് മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു. വെറും തെമ്മാടിയായിരുന്നു ഞാൻ, വെറും ധിക്കാരിയായിരുന്നു ഞാൻ, അതം പതിച്ചവനായിരുന്നു ഞാൻ.
തെറ്റുകളിലൂടെ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. എനിക്കൊരു നല്ല കാലമില്ലായിരുന്നു. ഞാനൊരു നന്മ പോലും ചെയ്തിട്ടില്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഞാൻ നോമ്പ് പിടിച്ചിട്ടില്ല. പരിശുദ്ധമായ റമദാന് പോലും ഞാൻ കള്ളം കുടിച്ച് നടന്നവനാണ്. വെറും അതം പതിച്ചവനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ പരിശുദ്ധമായ റമദാനിന്റെ പൊന്നമ്പിളി വാനാകാശത്തിൽ ഇങ്ങനെ വെളിവായപ്പോൾ അതാ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആത്മീയമായി ഒരുങ്ങുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ പോലും ആ ദിവസത്തിൽ പോലും ഞാൻ എന്റെ സ്വയബോധം നഷ്ടപ്പെടുന്നത് വരെ കള്ളം കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ വീടിന്റെ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ സ്വയബോധമില്ലാതെ കള്ളം കുടിച്ചുകൊണ്ട് റമദാനിന്റെ ആദ്യത്തെ ദിവസമായ അന്നേ ദിവസം ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് ചോദിക്കുന്നു, ഓ ധിക്കാരി, എല്ലാവരും ആത്മീയമായി ഒരുങ്ങാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് പോലും നിനക്കിങ്ങനെ നടക്കാൻ എങ്ങനെ തോന്നുന്നു? ഇങ്ങനെ നടക്കാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? നിനക്കൊന്ന് നന്നായിക്കൂടെ? ഇന്നെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? ഇന്നെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? എൻ്റെ ഉമ്മ ഇങ്ങനെ എന്നെ ഉപദേശിക്കുമ്പോൾ എനിക്ക് സ്വയബോധമില്ലായിരുന്നു. എനിക്കെൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഞാനിതങ്ങോട്ട് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. ഞാൻ ലഹരിയുടെ പുറത്താണ് നിൽക്കുന്നത്. എനിക്ക് സ്വയബോധമില്ലായിരുന്നു തങ്ങളെ. ഞാനതാ ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ എൻ്റെ കാലെടുത്ത് എൻ്റെ ഉമ്മാനെ ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുത്തു. എൻ്റെ ഉമ്മാനെ ഞാൻ എൻ്റെ കാലെടുത്തൊരൊറ്റ ചവിട്ടങ്ങ് കൊടുക്കുന്ന സമയം എൻ്റെ ഉമ്മ തെറിച്ചങ്ങ് വീഴുകയാണ്. എൻ്റെ ഉമ്മയങ്ങ് തെറിച്ച് വീഴുകയാണ്. ഞാനോ അങ്ങനെ ലഹരിയുടെ പുറത്തൊന്നും അറിയാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ വീട്ടിനുള്ളില് എൻ്റെ അകന്ന ഒരു ബന്ധുവായ ഒരാളുടെ മകളുണ്ടായിരുന്നു. ആ മകള് വീടിന് വെളിയിലേക്ക് വന്നിട്ട് എൻ്റെ കൈയും പിടിച്ചു കൊണ്ടുപോയി റൂമിനകത്തുള്ളൊരു വാതില് തുറന്ന് റൂമിനകത്താക്കിയിട്ട് പുറത്തു നിന്ന് കുറ്റിയിട്ടു. ലഹരിയുടെ പുറത്തായതുകൊണ്ട് ഞാൻ അവിടെ കിടന്നങ്ങറിയാതെ ഉറങ്ങിപ്പോയി. ലഹരിയുടെ പുറത്തായതുകൊണ്ട് ഞാൻ അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി തങ്ങളെ. എനിക്ക് സ്വയബോധം വന്നപ്പോൾ, ഈ ലഹരിയുടെ കെട്ടങ്ങ് മാറിയപ്പോൾ എനിക്കെൻ്റെ സ്വയബോധം വന്നു. എൻ്റെ നല്ല ബോധം വന്നുപോയി. ഞാൻ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. വാതില് പുറത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. ഞാൻ തുറക്കാൻ ആവശ്യപ്പെട്ടു. വാതില് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ പെണ്ണെന്നോട് പറയുകയാണ്, അല്ലയോ തെമ്മാടിയായ മനുഷ്യ, ധിക്കാരിയായ മനുഷ്യ, നിനക്ക് ഞാൻ കതക് തുറന്ന് തരൂലടാ. നിനക്ക് ഞാൻ ഒരിക്കലും കതക് തുറന്ന് തരൂല.
ഞാൻ പിന്നെയും ആവശ്യപ്പെട്ടു. കതക് തുറക്കാൻ ഞാൻ പിന്നെയും ആവശ്യപ്പെട്ടു. നിർബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ആ പെണ്ണ് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നു, നിനക്ക് ഞാൻ കതക് തുറന്ന് തരൂലടാ. കാരണം എന്തെന്നറിയുമോ? നീ നിന്റെ ഉമ്മാനെ കൊന്നവനാണ്. നീ നിന്റെ ഉമ്മാനെ കൊന്നവനല്ലേ? പടച്ച റബ്ബേ, ഇതങ്ങോട്ട് കേൾക്കുമ്പോ